ഹായ് ഫ്ലട്ടർ ഡെവലപ്പർ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രോൾ ആനിമേഷനാണ്. നമ്മൾ ഈ ജിയോ ആപ്പിലൊക്കെ കാണുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു സ്ക്രോൾ ആനിമേഷൻ എങ്ങനെ നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആനിമേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പാക്കേജിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിൽ ഇത്തരം ആനിമേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു UI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലിസ്റ്റ് വ്യൂ ബിൽഡറാണ്. ഇത് വെച്ചിട്ട് ഒരു UI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഐറ്റംസ്, ജസ്റ്റ് സ്ട്രിങ്ങുകൾ മാത്രം. ഇത് യൂസ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് വ്യൂ. ഇത് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആനിമേഷൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോട്ടം ടു ടോപ്പ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ടം നാവിഗേഷൻ ബാർ ഹൈഡ് ആവണം. ടോപ്പ് ടു ബോട്ടം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോട്ടം നാവിഗേഷൻ ബാർ വിസിബിൾ ആവണം. ഇതാണ് നമ്മുടെ ലോജിക്ക്. അപ്പോൾ ഈ ഒരു ഫങ്ഷനാലിറ്റി നമ്മുടെ ആപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ക്രോൾ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ സ്ക്രോൾ കൺട്രോളറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഈ ബോട്ടം നാവിഗേഷൻ ബാർ വിസിബിൾ ആണോ വിസിബിൾ അല്ലോ എന്ന് അറിയാൻ വേണ്ടി ഒരു ബൂളിയൻ വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇനീഷ്യലി നമുക്ക് അതിൻ്റെ വാല്യൂ ട്രൂ ആക്കി സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ആ സ്ക്രോൾ കൺട്രോളർ നമ്മുടെ ബിൽഡറിൻ്റെ ഉള്ളിൽ കൺട്രോളറിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓൺ സ്ക്രോൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷന് പാരാമീറ്റർ ഒന്നുമില്ല, റിട്ടേൺ ഒന്നുമില്ല. നമ്മുടെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ യൂസർ എങ്ങോട്ടാണ് സ്ക്രോൾ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ സ്ക്രോൾ കൺട്രോളർ യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടി സ്ക്രോൾ കൺട്രോളർ ഡോട്ട് പൊസിഷൻ ഡോട്ട് യൂസർ സ്ക്രോൾ ഡയറക്ഷൻ ഇതെടുക്കുക. എന്നിട്ട് ഈക്വൽ ടു സ്ക്രോൾ ഡയറക്ഷൻ ഡോട്ട് റിവേഴ്സ് ആണ് നോക്കുക. റിവേഴ്സ് ആയിരിക്കും നമ്മളെ, അതായത് ബോട്ടം ടു ടോപ്പ് ആക്കുമ്പോഴാണ് നമുക്ക് ഇത് ഹൈഡ് ആയി പോകേണ്ടത്. അപ്പോൾ റിവേഴ്സ് ആണ്, ബോട്ടം ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ്. അപ്പോൾ റിവേഴ്സ് ആയി പോകുമ്പോൾ നമുക്ക് ഈ ബോട്ടം നാവിഗേഷൻ ബാർ ഹൈഡ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഈസ് വിസിബിൾ എന്ന് പറഞ്ഞ വേരിയബിളിനെ നമ്മൾ ഫോൾസ് ആക്കണം. അപ്പോൾ ഈസ് വിസിബിൾ എന്നുള്ളത് ഫോൾസ് ആക്കി അസൈൻ ചെയ്താൽ മാത്രം പോരാ, അതിനെ സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കണം. എന്നാലേ ആ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ തന്നെ ഈസ് വിസിബിളിലേക്ക് ഫോൾസ് കൊടുക്കുന്നു. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇനി റിവേഴ്സ് അല്ല, ഫോർവേഡാണ്. സ്ക്രോൾ ഡയറക്ഷൻ റിവേഴ്സ്, ഫോർവേഡ്, പിന്നെ ഐഡിൽ, ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂസേ ഉള്ളൂ. അപ്പോൾ റിവേഴ്സ് അല്ലെങ്കിൽ ഫോർവേഡ് ആയിരിക്കും അത്. ദെൻ ഫോർവേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് സ്റ്റേറ്റിൽ ഈസ് വിസിബിൾ ട്രൂ ആക്കി സെറ്റ് ചെയ്യണം. പക്ഷേ ഒരു കണ്ടീഷനും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് എഴുതി കൊടുക്കേണ്ടതുണ്ട്. ഇഫ് ഈസ് വിസിബിൾ ഓൾറെഡി എന്താണ് വിസിബിൾ ആണെങ്കിൽ മാത്രമേ അതിനെ ഫോൾസ് ആക്കിയാൽ മതി. അതായത് വിസിബിൾ ആണെങ്കിൽ മാത്രം അതിനെ ഫോൾസ് ആക്കേണ്ട കാര്യമുള്ളല്ലോ. ഇനി ഇവിടെ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം, ഈസ് വിസിബിൾ ഫോൾസ് ആവുന്ന കേസിൽ മാത്രമേ ഇത് നമുക്ക് ട്രൂ ആക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ നമ്മൾ ഇനിറ്റ് സ്റ്റേറ്റ് കോൾ ചെയ്യാം. കാരണം ഇത് വരുമ്പോൾ തന്നെ നമ്മൾ ഈ സ്ക്രോളിനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിറ്റ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രോൾ കൺട്രോളർ ഡോട്ട് നമ്മളൊരു ലിസണറിനെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഓൺ സ്ക്രോൾ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ അനുസരിച്ച് ഈ സ്ക്രോൾ കൺട്രോളർ യൂസ് ചെയ്ത് ഇത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ യൂസർ എങ്ങോട്ട് സ്ക്രോൾ ചെയ്താലും ഇത് ലിസൺ ചെയ്യും. ദെൻ ഇനി നമുക്ക് മെമ്മറിയിലേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഡിസ്പോസും കൂടെ ചെയ്യാം. ഡിസ്പോസ് മെത്തേഡും കൂടെ എഴുതി കൊടുക്കാം. നമ്മൾ ഈ സ്ക്രീനിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഈ ലിസണറിനെ എൻഡ് ചെയ്യണം. അപ്പോൾ സ്ക്രോൾ കൺട്രോളർ ഡോട്ട് എൻഡ് ലിസണർ അല്ലല്ലോ, റിമൂവ് ലിസണർ. ഓക്കെ, ഏത് ഓൺ സ്ക്രോൾ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു കാര്യം കൂടെ ചെയ്യണം, സ്ക്രോൾ കൺട്രോളറിനെ ഒന്ന് ഡിസ്പോസും കൂടെ ചെയ്യാം. ഇത് മെമ്മറിയിലേക്ക് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോജിക്കലി ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ഈ ബോട്ടം നാവിഗേഷൻ ബാറിനാണ് നമ്മൾ ഹൈഡ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ എഴുതി കൊടുക്കാം,
ഈസ് വിസിബിൾ ആണെങ്കിൽ ബോട്ടം നാവിഗേഷൻ ബാർ കാണണം, അല്ലെങ്കിൽ അവിടെ ഒന്നും വേണ്ട. അപ്പോൾ ഈസ് വിസിബിൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. എൽസ് കണ്ടീഷനിൽ നമുക്ക് നള്ളും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എന്താ വരുന്നത് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റീസ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ, ഇതുണ്ടോ, സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാ, അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ തൊടുമ്പോൾ തന്നെ ഇവിടെ എമുലേറ്റർ ആയതുകൊണ്ടാണ്, ഫോണിൽ കറക്റ്റ് വർക്ക് ചെയ്യും. ജസ്റ്റ് ഇത് പെട്ടെന്ന് സംഭവിക്കുകയാണല്ലോ. നമുക്കൊരു ആനിമേഷൻ കൂടെ ആഡ് ചെയ്താലേ അതൊരു രസത്തിൽ കാണാനുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ആനിമേഷൻ ആഡ് ചെയ്യാം. നമ്മൾ ആനിമേറ്റഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു ആനിമേഷനാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. ആനിമേറ്റഡ് സ്ലൈഡ്. ഈ ഒരു വിഡ്ജറ്റിന് കുറച്ച് കാര്യങ്ങൾ റിക്വയർഡാണ്. ഒരു ഓഫ്സെറ്റ് റിക്വയർഡാണ്, ഡ്യൂറേഷൻ റിക്വയർഡാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നമുക്ക് ഡ്യൂറേഷൻ കൊടുക്കാം. എത്ര നേരം കൊണ്ടാണ് ഈ ആനിമേഷൻ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് 1 സെക്കൻഡ് കൊടുക്കാം. എന്നാൽ കാണാൻ കുറച്ച് നേരം കൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് ആനിമേഷൻ വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഓഫ്സെറ്റ് ആണ്. ഓക്കെ, ഓഫ്സെറ്റ് ഈസ് വിസിബിൾ ആണെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് 0 ആക്കി സെറ്റ് ചെയ്യാം. ഓക്കെ, ഓഫ്സെറ്റ് .0 ഉണ്ടാവും. യെസ്. ഇനി എൽസ് കണ്ടീഷനിൽ ഓഫ്സെറ്റ് നമുക്കൊരു 0x0യും y നമുക്ക് 1 ആക്കി സെറ്റ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. യെസ്, കണ്ടോ, മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അത് പോകുന്നുണ്ട്, അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തിരിച്ച് അപ്പിയർ ആവുന്നുണ്ട്. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു, അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു. അപ്പോൾ സംഭവം സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ആനിമേഷൻസ് ഒക്കെ നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി നിങ്ങൾക്ക് ഇതിനകത്തും ഇഷ്ടംപോലെ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താം. കാരണം ആനിമേറ്റഡ് സൈഡിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കർവ് എന്ന് പറഞ്ഞ ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആനിമേഷൻസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ബൗൺസ് എന്ന് പറഞ്ഞൊരു ആനിമേഷൻ ഉണ്ട്. അപ്പോൾ കർവ് എന്ന് പറഞ്ഞത് സ്വീകരിക്കുന്നത് കർവ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ്. അപ്പോൾ കർവ്സ് ഡോട്ട് ബൗൺസിന്. ഓക്കെ, ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയേ. കണ്ടോ ജമ്പ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഓരോന്നോരോന്നൊക്കെ ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇത്തരം യൂസ്ഫുൾ ആവുന്ന പാക്കേജുകൾ, പ്ലഗിനുകൾ, ഫീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ടും ഫ്ലട്ടറിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, പുതിയ ഫീച്ചേഴ്സ്, ഇതൊക്കെ അറിയുന്നതിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടെ ചെയ്തേരെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.